കോഴിക്കോട് നോർത്തിൽ ഇത്തവണ വാശിയേറിയ ഒരു പോരാട്ടമാണ്. ഒരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം കോഴിക്കോടൊക്കെ ഇത്തരം ത്രികോണ മത്സരങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. BJP അവിടെ ഒരു വലിയ പ്ലെയറായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPയുടെ വോട്ട് കുത്തനെ ഉയരുകയാണ്. 2011 P. രഘുനാഥ് മത്സരിക്കുമ്പോൾ വെറും 9814 വോട്ടാണ് BJPക്ക് പോൾ ചെയ്തത്. പക്ഷേ അതിനുശേഷം 2021 10 വർഷങ്ങൾക്ക് ശേഷം MT രമേശ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് ഏതാണ്ട് 31,000-നടുത്ത് വരുന്ന വോട്ടാണ്. അത്രയും വലിയൊരു ജമ്പ്, 2 ഇരട്ടിയിലധികം വരുന്ന ഒരു ജമ്പാണ് BJPയുടെ വോട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന പ്രകടനമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ BJP കാഴ്ചവെച്ചത്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പോരാട്ടമെന്ന് പറയേണ്ടി വരും. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കെ BJP അവിടെ 13 വാർഡുകളിൽ, അതായത് കോഴിക്കോട് കോർപ്പറേഷനിൽ 13 വാർഡുകളിൽ BJPക്ക് ജയിക്കാൻ സാധിച്ചു. 14ഇടത്ത് 2ാം സ്ഥാനത്ത് വന്നു. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ് 7 വാർഡുകൾ BJP ജയിച്ചത്. ആകെ ജയിച്ച 13 വാർഡുകളിൽ 7 വാർഡും കോഴിക്കോട് നോർത്തിലാണെന്നതാണ് മറ്റൊരു സവിശേഷകരമായ കാര്യം. അതും പ്രധാനപ്പെട്ട നഗരമേഖലകളിലെ പ്രദേശങ്ങളിൽ, അതായത് വാർഡുകളൊക്കെ BJPക്ക് നേടാൻ സാധിച്ചു. കാരപ്പറമ്പ്, സിവിൽ സ്റ്റേഷൻ, ചക്കോരത്തുകുളം, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം 2ാമത് വരാനും BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ വോട്ട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നോർത്തിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MT രമേശ് മത്സരിച്ചപ്പോൾ ഏതാണ്ട് 33,000-നടുത്ത് വോട്ട് BJPക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ നല്ല സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയാണ് BJPയെ സംബന്ധിച്ച്. UDFനും LDFനും നല്ല വെല്ലുവിളി ഉയർത്താൻ നവ്യ ഹരിദാസിന് സാധിക്കുന്നുണ്ട്. നവ്യ നമുക്കറിയാം, വളരെ പരിചിതയായ ഒരു വ്യക്തിയാണ്. പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചിരുന്നു. പിന്നെ കോഴിക്കോടാണെങ്കിലും വളരെ കുറേ കാലമായിട്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാസമ്പന്നയായ, വീക്ഷണഗതിയൊക്കെയുള്ള, അതായത് ഒരു വികസന കാഴ്ചപ്പാടൊക്കെ ഉള്ള വനിതാ നേതാവാണ്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ്. കോഴിക്കോട്ടുകാരിയാണ്. കോഴിക്കോട്ടെ തന്നെ കാരപ്പറമ്പ് വാർഡിൽ തുടർച്ചയായിട്ട് ജയിച്ചു വരുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് നവ്യ ഹരിദാസ്. അപ്പോൾ നവ്യ ഹരിദാസിൻ്റെ ഒരു ക്യാമ്പയിനിങ് വളരെ ശക്തമായിട്ടാണ് കോഴിക്കോട് നോർത്തിൽ മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു മാറ്റത്തിൻ്റെ കാറ്റ് കോഴിക്കോട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. UDF LDF മുന്നണികളെ മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രനാണെങ്കിൽ നിലവിലെ MLA ആണ്. കുറേ കാലമായിട്ട് അദ്ദേഹം പ്രവർത്തന രംഗത്തുള്ള ആളാണ്. പക്ഷെ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യം മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ KPCC ജനറൽ സെക്രട്ടറിയായ ജയന്താണ് UDFന് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ UDFന് ഏതാണ്ട് 46,000 വോട്ടാണ് ലഭിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 59,000-ഓളം വോട്ട് നേടി ആണ് തോട്ടത്തിൽ രവീന്ദ്രൻ വലിയൊരു ഭൂരിപക്ഷത്തിന് മണ്ഡലം പിടിച്ചത്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ആ രീതിയിലല്ല. 2 മുന്നണികൾക്കും ഒരുപോലെ ത്രെട്ട് ഉണ്ടാക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ക്യാമ്പയിനിങ്ങിൽ അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. കോഴിക്കോട് നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. എന്നാൽ UDFനെ വിശ്വസിക്കാൻ പല ആളുകളും തയ്യാറാകുന്നില്ല. ജമായത്തെ ഇസ്ലാമി, PDP, പിന്നെ STPI, ഇത്തരം സംഘടനകളുമായിട്ട്, മത തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ഈ മുന്നണികളുടെ ബന്ധം അത് വലിയൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കിടയിൽ വലിയൊരു അമർഷമുണ്ട് ഇത്തരം വർഗീയ കൂട്ടുകെട്ടുകളുമായിട്ട് ഈ മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം, അതിൽ ആകൃഷ്ടരായിട്ട് വരുന്ന ആളുകളുടെ, യുവാക്കളുടെയും ഒക്കെ ഒരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കും. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ വലിയ പങ്കാളിത്തമാണ് വനിതകളുടെയും യുവാക്കളുടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം വോട്ടായി മാറുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ അട്ടിമറി തന്നെ കോഴിക്കോട് നോർത്തിൽ സംഭവിച്ചേക്കാം. എന്തായാലും ഇത്തവണ BJP വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നൊരു മണ്ഡലം തന്നെയായിരിക്കും കോഴിക്കോട് നോർത്ത്. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് ഈ മണ്ഡലം പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ BJP മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ ഡെമോഗ്രഫി ചേഞ്ചിനെ കുറിച്ചൊക്കെ ചില ആളുകൾ വല്ലാതെ വ്യാകുലപ്പെടുന്നതൊക്കെ കാണാം. കാരണം അവിടെ ഡെമോഗ്രഫി ഒരിക്കലും BJPക്ക് അനുകൂലമല്ല. ഇനി മുന്നോട്ട് വരാൻ BJPക്ക് വലിയ സാധ്യതയില്ല എന്നൊക്കെ മാതൃഭൂമിയുടെ സർവേയിലൊക്കെ ഒരു വിദഗ്ധൻ പറയുന്നത് കേട്ടു. പക്ഷെ അത് ആ നാടിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. കോഴിക്കോട് നോർത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ
മണ്ഡലമാണ്. ഏതാണ്ട് 60%-ലധികം ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡെമോഗ്രഫി ഒന്നൊരു വിഷയമില്ല. BJPക്ക് എല്ലാവരുടെയും വോട്ടുകൾ ലഭിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. ഇരു മുന്നണികൾക്കെതിരെയും ജനങ്ങൾക്കൊരു വലിയ അതൃപ്തിയുണ്ട്. അതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കാണാൻ സാധിച്ചത്. BJPക്ക് പരമാവധി നുഴഞ്ഞു കയറി മുന്നേറ്റമുണ്ടാക്കാൻ പല വാർഡുകളും സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഈ രണ്ട് മുന്നണികളും നിൽക്കുന്നു, ഇത്തരം മതമൗലികവാദ സംഘടനകൾ BJPക്കെതിരെ നിൽക്കുന്നു, ക്രോസ് വോട്ടിംഗ്, ടാക്റ്റിക്കൽ വോട്ടിംഗ്, ഇതിനെല്ലാം മറികടന്നാണ് BJP അവിടെ 13 വാർഡുകളും ജയിച്ചത്. അതുകൂടാതെ തന്നെ കുറേ വാർഡുകളിൽ രണ്ടാമതൊക്കെ വന്നത്. അപ്പം അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP ചിലപ്പോൾ ഭരണം പിടിച്ചാലും അവിടെ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ആ രീതിയിലുള്ള ഒരു അണ്ടർ കറൻറ്റ് കോഴിക്കോട് നഗരമേഖലകളിൽ വളരെ ശക്തമായിട്ടുണ്ട്. അപ്പം അത് എത്രത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. തോട്ടത്തിൽ രവീന്ദ്രനാണെങ്കിലും ജയേന്ദ്രനാണെങ്കിലും നല്ല വെല്ലുവിളിയാണ് നവ്യ ഹരിദാസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.